അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, റമളാൻ 1 മുതൽ ദാറുൽ ഹദീസിൻ്റെ കീഴിൽ മഹാന്മാരുടെ ഹജ്ജ് അനുഭവങ്ങൾ ലബ്ബൈക്ക് എന്ന പേരിൽ നാം പറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് മഹാന്മാരെ നാം പരിചയപ്പെടുത്തി. കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ പാടുപെട്ട മഹാന്മാർ, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ വലിയ കറാമാത്തുകൾക്കുടമയായ മഹാന്മാർ, കഅബ കണ്ട് ഹൃദയം പൊട്ടി മരിച്ച മഹദികൾ തുടങ്ങി നിരവധി മഹദ് വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നാം പറഞ്ഞത് നമ്മുടെ ഹൃദയം ശുദ്ധിയാവാനും ആ മഹത്തുക്കൾ സഞ്ചരിച്ച പാതയിലൂടെ നമുക്കും സഞ്ചരിക്കാനും അവർ വിശ്വസിച്ചതുപോലെ നമുക്കും വിശ്വസിക്കാനും അതുപോലൊരു ബോധം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാനും വേണ്ടിയാണ്. മഹാന്മാരുടെ ഹജ്ജനുഭവങ്ങൾ ഇതുപോലെ കേവലം 1-2 മാസങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ഏതാനും ചില മഹത്തുക്കളുടെ അനുഭവങ്ങൾ മാത്രമാണ് നാം ഇവിടെ പങ്കുവച്ചത്. അതിലൂടെ നമ്മുടെ വിശ്വാസം ഉറക്കണം, ഈമാനിന് കരുത്ത് കിട്ടണം, കഅബയോടും മക്കയോടും ഹറമിനോടുമുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. മഹാന്മാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നടന്നതുപോലെ നമുക്കും പോവണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണം, അവൻ്റെ സാമീപ്യവും നമുക്കും ലഭിക്കണം. വിശുദ്ധമായ കഅബ നമ്മെ സ്വീകരിക്കണം. പരിശുദ്ധമായ ഹറമിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആഖിറം സലാമത്താക്കണം. മഹാന്മാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയതുപോലെ അവർ ചെയ്തതുപോലെ ത്വവാഫും സഅയും നിർവഹിക്കാനും പരിശുദ്ധമായ അറഫയിൽ സംഗമിച്ചുകൊണ്ട് അവർ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനും നമുക്കാവണം. അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം ഓർത്തുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരെ നാം ലബ്ബൈക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവർ, തൻ്റെ ശരീരത്തെക്കുറിച്ചും അമലുകളെക്കുറിച്ചും ബോധ്യമുള്ളവർ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാം പരാമർശിച്ച ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ചരിത്രം? അറഫയിൽ വെച്ചുകൊണ്ട് ഞാൻ കാരണമായി മറ്റുള്ളവരുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുമോ എന്ന് ആശങ്കപ്പെട്ടാണ് തൻ്റെ വിനയം കൊണ്ട് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചത്. ലബ്ബൈക്കിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ഇത് മുഖേന അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ വല്ലതും കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ, അവ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ ഈ എപ്പിസോഡുകൾ നമുക്ക് ഉപകരിച്ചു. വിശുദ്ധമായ ഹറമിലേക്ക് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ സന്തോഷത്തോടുകൂടി എത്താനും മുൽത്തസിമിലും മീസാബിലും കഅബയുടെ വാതിലിനരികിലും ചെന്നുകൊണ്ട് ദുആ ചെയ്യാനും നമുക്ക് തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. വിശുദ്ധമായ മദീന നമ്മുടെ പ്രതീക്ഷയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അഭയമാണ്. പ്രകാശം പൊഴിക്കുന്ന ആ മിനാരങ്ങൾക്കു താഴെ അന്തിയുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ദർബാറിനരികിലൊന്ന് തല താഴ്ത്തി നിന്നുകൊണ്ട് നമുക്ക് കരയണം, നമ്മുടെ സങ്കടങ്ങൾ അവിടെ അഴിച്ചു വെക്കണം. എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെപ്പോഴും ദാറുൽ ഹദീസിനോടൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.